Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Okay, then now we completed 3 chapters. Then today we are going to start a new topic, Quest for a Theory of Everything, written by Kitty Gale Ferguson. Then listen. ഐ വിൽ ഫ്ലൈയിൽ ഒരു ഇമെയിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് ഈ ക്ലാസ് വിട്ടതിന് ശേഷം ടീച്ചർ സെൻഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ എടുത്തത് വരെ നോട്ട് വിടുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. നോട്ട്സൊക്കെ കാര്യമായിട്ട് സെൻഡ് ചെയ്ത് തരണം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതായിരിക്കും. അതുകൊണ്ട് നോട്ട്സ് കൃത്യസമയത്ത് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ദെൻ ലിസൺ. ടേക്ക് പേജ് നമ്പർ 18. Dr. Kalam exhorts everybody to be unique in his or her own way. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ടീച്ചർക്ക് ചെറുതായിട്ട് കോൾഡിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് സൗണ്ട് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, ദെൻ ലിസൺ. ഡോക്ടർ കലാം exhorts everybody to be unique in his or her own way. അപ്പോൾ എല്ലാവരും ഒന്നുകിൽ അവരുടേതായ രീതിയിൽ യുണീക്കായിരിക്കണം എന്നുള്ളതാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഡോക്ടർ കലാം പറഞ്ഞത്. There are many people who have proved their uniqueness even while fighting adversities and limitations. There are many people, ഒരുപാട് ആളുകൾ, who have proved, തെളിയിച്ചിട്ടുണ്ട്, their uniqueness, അവരുടെ യുണീക്ക്നെസ്, ഈവൻ വൈൽ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ട് തന്നെ, ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് അവരുടെ യുണീക്ക്നെസ് തെളിയിച്ചിട്ടുണ്ട്. അഡ്വേഴ്സിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. അപ്പോൾ അവരുടെ കഴിവുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ലിമിറ്റേഷൻസും അതുപോലെ അഡ്വേഴ്സിറ്റീസും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്തിട്ട് എന്ത് നേടിയിട്ടുണ്ട്? അവരുടെ കഴിവുകളെ തെളിയിച്ചിട്ടുണ്ട്, യുണീക്ക്നെസ് തെളിയിച്ചിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ദെൻ സ്റ്റീഫൻ ഹോക്കിങ്സ് പ്രൊഫൈൽ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ പ്രൊഫൈലാണ്. റിവീൽസ് ഹൗ ഹി ഹാസ് ഓവർകം ഹിസ് ഡിസബിലിറ്റീസ്. ഈ പ്രൊഫൈലിലൂടെ, അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഫൈലിലൂടെ പറയുന്നത് ഹൗ ഹി വാസ് ഓവർകം, എങ്ങനെ അയാൾ തരണം ചെയ്തു ഹിസ് ഡിസബിലിറ്റീസ്. ഒരുപാട് ഡിസബിലിറ്റീസ് ഉള്ള ഒരാളായിരുന്നു ആര്? സ്റ്റീഫൻ ഹോക്കിംഗ്. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ദെൻ ടു ബിക്കം ദ സൂപ്പർനോവ ഓഫ് ഫിസിക്സ്. എന്നിട്ട് പോലും അയാൾ എന്തായി മാറി? സൂപ്പർനോവ ഓഫ് ഫിസിക്സ്, ഫിസിക്സിൻ്റെ സൂപ്പർനോവ ആയി മാറാൻ ആർക്ക് കഴിഞ്ഞു? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഇതൊക്കെ തരണം ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു പ്രൊഫൈലിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മാത്രമല്ല, ഇതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ റൈറ്റിങ്ങും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഫൈൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ചെറിയ കുട്ടികളായിരുന്നത് മുതലേ പഠിച്ചു തുടങ്ങിയതാണ് പ്രൊഫൈൽ റൈറ്റിംഗ് അല്ലേ? അപ്പോൾ പ്രൊഫൈൽ റൈറ്റിങ്ങും കൂടെ എന്ത് ചെയ്യണം? ഇതിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ എന്ത് ചെയ്യണം? മനസ്സിൽ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ എഴുതേണ്ടത്, എന്തൊക്കെയാണ് പ്രൊഫൈൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ പ്രൊഫൈൽ റൈറ്റിംഗ് തയ്യാറാക്കിയിട്ടുള്ളത് കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ എന്ന് പറയുന്ന ആളാണ്. ദെൻ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. ക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ദാഹം അല്ലേ? ഓക്കെ, ദെൻ ലിസ്റ്റ് പേജ് നമ്പർ
ഹിയർ അബൌട്ട് ദ ഓദർ. ഹീ ഈസ് എ സിൻസിയർ സയൻസ് റൈറ്റർ. ഒരു സയൻസ് റൈറ്റർ ആയിരുന്നു ആര്? നമ്മുടെ പിന്നെ ഫെർഗ്യൂസൺ എന്ന് പറയുന്ന ആൾ. പിന്നെ ലെക്ചറർ ആയിരുന്നു. മാത്രമല്ല അതിനെ ഫോർമർ പ്രൊഫഷണൽ മ്യൂസീഷ്യൻ കൂടിയായിരുന്നു. ഷീ ഹാസ് ഓതേർഡ് ന്യൂമറസ് സയൻസ് ബുക്സ് ഇൻക്ലൂഡിംഗ് ബുക്സ് ഓഫ് ഓൺ ബയോഗ്രഫിക്കൽ ഫാക്ട്സ്. Then Ferguson's works are recognized for their degree of detail and accuracy. She is known for her ability to explain very complicated scientific concepts. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ആരെക്കുറിച്ച് പറയുന്നത്? നമ്മുടെ ഫെർഗ്യൂസനെ കുറിച്ച് ഇതിൽ പറയുന്നത്. ഓക്കെ വി ക്യാൻ കണ്ടിന്യൂ. ദെൻ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന ആളാണ് ആര്? സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് നമ്മൾ സ്കൂളുകളിലൊക്കെ പ്രോഗ്രാമുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട്. ഓക്കെ. ദെൻ ഇൻ ദ കോക്രോഫ്റ്റ് ലെക്ചർ റൂം ഓൺ April 29, 1980, scientists and university dignitaries gathered in steep tiers of seats facing a two-story wall of chalkboard and slide screen. The occasion was the inaugural lecture by a new Lucasian professor of mathematics, the 38 years old mathematician and physicist സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പോൾ നമ്മുടെ സംഭവം നടക്കുന്നത് ഇൻ ദ കോക്രോഫ്റ്റ് ലെക്ചർ റൂം. കോക്രോഫ്റ്റ് ലെക്ചർ റൂമിലാണ്. അത് എന്നാണ് ഡേറ്റ്? ഓൺ April 29, 1980. 1980 April 29 കോക്രോഫ്റ്റ് ലെക്ചർ റൂമിലാണ് ഇപ്പോൾ ആരുള്ളത്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ഉള്ളത്. സയൻറ്റിസ്റ്റ് അവിടെ ആരൊക്കെയുണ്ട്? സയൻറ്റിസ്റ്റ് ഉണ്ട്, ഒരുപാട് ശാസ്ത്രജ്ഞരുണ്ട്. ആൻഡ് യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസ്, അതുപോലെ യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഗാതേർഡ് ഇൻ സ്റ്റീപ്പ് ടയേഴ്സ് ഓഫ് സീറ്റ്സ്. ടയേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുള്ള സീറ്റിൽ ഫേസിങ് ദ ടു സ്റ്റോറി വാൾ ഓഫ് ചോക്ക് ബോർഡ്. എന്തിനെ ഫേസ് ചെയ്തുകൊണ്ട്? 2 സ്റ്റോറി വാൾ ഓഫ് ചോക്ക് ബോർഡ് ആൻഡ് സ്ലൈഡ് സ്ക്രീനെയും അതുപോലെ ചോക്ക് ബോർഡിനെയും ഫേസ് ചെയ്തുകൊണ്ട് കസേരയിൽ, വീൽ ചെയറുള്ള കസേരയിൽ ആയിരിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ്. ദ ഒക്കേഷൻ, ഏതാണ് സമയം? വാസ് ദ ഇനോഗ്രൽ ലെക്ചർ, ഒരു ഉദ്ഘാടനത്തിൻ്റെ ലെക്ചറിങ് ആണ്. ബൈ എ ന്യൂ ലുക്കേഷ്യൻ പ്രൊഫസർ. ആരാണ് നടത്തുന്നത്? എ ലുക്കേഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ഒരു ലൊക്കേഷ്യൻ പ്രൊഫസർ. അദ്ദേഹത്തിൻ്റെ വയസ്സ് 38 years old, 38 വയസ്സ്. മാത്തമാറ്റീഷ്യനാണ്, അതുപോലെ ഫിസിസ്റ്റാണ്. ആൻഡ് സ്റ്റീഫൻ ഹോക്കിംഗ്. ആരായിരുന്നു ആ ലൊക്കേഷൻ പ്രൊഫസർ? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരുന്നു. അപ്പോൾ പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കുക. ഇൻ ദ കോക്രോഫ്റ്റ് ലെക്ചർ റൂം ഓൺ April 29, 1980, scientists and university dignitaries gathered in steep tiers of seats facing a 2-story wall of chalkboard and slide screen. The occasion was the inaugural lecture by a new Lucasian professor of mathematics, the 38-year-old mathematician and physicist Stephen Hawking. Then next, the title of the lecture was a question. ഇനി അന്ന് അവിടെ നടക്കേണ്ട ലെക്ചറിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ചോദ്യമായിരുന്നു. ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്? ഈസ് ദ എൻഡ്, അവസാനമാണോ? ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. ഹോക്കിംഗ് started his listeners by announcing that he thought it was. Hawking started his listeners. Hawking ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ ലിസണേഴ്സിനോട് ബൈ അനൗൺസ് ചെയ്തുകൊണ്ട് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ്. ഹി ഇൻവൈറ്റഡ് ദം ടു ജോയിൻ ഹിം ഇൻ എ സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ് ടു ഫൈൻഡ് ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്. ദെൻ ഹി ഇൻവൈറ്റഡ്, അയാൾ ക്ഷണിച്ചു, ദം ടു ജോയിൻ ചെയ്യാൻ ഇൻ ദ സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ്, കാലത്തിലൂടെയും സ്പേസിലൂടെയും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. ടു ഫൈൻഡ് ദ ഹോളി ഗ്രെയിൽ, എന്ത് കണ്ടെത്താൻ? ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്, സയൻസിൻ്റെ ഹോളി ഗ്രെയിൽ. ഹോളി ഗ്രെയിൽ എന്ന് പറഞ്ഞാൽ ഇൻ മിഡിവൽ ലെജൻഡ് ദ കപ്പ്
said to be used by Jesus Christ at the Last Supper. അതായത് ഹോളി ഗ്രേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ നമ്മുടെ ബൈബിള് ജീസസ് ക്രൈസ്റ്റ് ലാസ്റ്റ് സപ്പറിന് ഉപയോഗിച്ചിട്ടുള്ള കപ്പിനെയാണ് ഹോളി ഗ്രേൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ വിലപിടിപ്പെട്ട ഒന്നാണ്. അതായത് ലാസ്റ്റിൽ നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു കപ്പ്. അപ്പോൾ അത് നേടിയെടുക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ വരൂ, എന്നോട് കൂടെ ജോയിൻ ചെയ്യൂ എന്നാണ് ആരോട് പറയുന്നത്? ഈ സയൻസിസ്റ്റിനോട് ആര് പറയുന്നത്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത്. ദാറ്റ് മീൻസ് ഹോളി ഗ്രേൽ ഓഫ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ കപ്പ് ലാസ്റ്റ് സപ്പറിൽ ഉപയോഗിച്ച കപ്പ് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു, അത് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുപോലെ സയൻസിൻ്റെ ഹോളി ഗ്രേൽ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം. അതിന് നിങ്ങൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യൂ എന്ന് അയാളെ ഇൻവൈറ്റ് ചെയ്യണം. ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ്. ഇനി ആ തിയറി എന്തിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? യൂണിവേഴ്സിനെയാണ്. ആൻഡ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻ ഇൻ ഇറ്റ്. എല്ലാം സംഭവിക്കുന്നത് എവിടെയാണ്? യൂണിവേഴ്സിലാണ്. യൂണിവേഴ്സ് മീൻസ് പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചത്തെയാണ് ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. സ്റ്റീഫൻ ഹോക്കിംഗ് സാറ്റ് സൈലൻ്റ്ലി ഇൻ എ വീൽ ചെയർ while one of his students read his lecture to the assembled company. Then Stephen Hawking sat silently. സ്റ്റീഫൻ ഹോക്കിങ് വളരെ സൈലൻ്റായിട്ട് ഇരിക്കുകയായിരുന്നു. ഇൻ എ വീൽ ചെയറിൽ while one of his students, അതിൽ അവരുടെ ഒരു സ്റ്റുഡൻറ്റ് വായിച്ചു ഹിസ് ലെക്ചർ, അദ്ദേഹത്തിൻ്റെ ലെക്ചർ ടു ദ അസംബിൾഡ് കമ്പനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെക്ചർ വായിക്കുന്നത് അതിലൊരു സ്റ്റുഡൻ്റാണ്. ആൻഡ് ജഡ്ജ്ഡ് ബൈ അപ്പിയറൻസ് അലോൺ, Hawking didn't seem a promising choice to lead any adventure. എല്ലാം ജഡ്ജ് ചെയ്യാണ് ബൈ അപ്പിയറൻസ്, പ്രസൻസ് കൊണ്ട്, പ്രത്യക്ഷത്തിൽ എല്ലാം ജഡ്ജ് ചെയ്യുക മാത്രമാണ് ആര് ചെയ്യുന്നത്? ഹോക്കിംഗ് ഡിഡിൻറ്റ് സീം എ പ്രോമിസിങ് ചോയ്സ് ടു ലീഡ് എനി അഡ്വെഞ്ചർ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു അഡ്വെഞ്ചറൊന്നും നയിക്കാനുള്ള പ്രോമിസസ് കൊടുക്കാൻ ആർക്ക് കഴിയുന്നൊരവസ്ഥയിലല്ല നമ്മുടെ ഹോക്കിംഗ്. ദെൻ നെക്സ്റ്റ് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഇതാണ് നമ്മളൊരു പ്രൊഫൈൽ എഴുതുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8 ജാനുവരി 1942. 1942 സ്റ്റീഫൻ ഹോക്കിംഗ് ജനുവരി 8-ാം തീയതിയാണ് ജനിക്കുന്നത്. എവിടെയാണ്? ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ 1942 ജനുവരി 8-നാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ജനിക്കുന്നത്. ഇറ്റ് വാസ് എക്സാക്ട്ലി 300 years ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗലീലിയോ. ഇറ്റ് വാസ് എക്സാക്ട്ലി 300 years ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗലീലിയോയുടെ മരണത്തിൻ്റെ ശേഷം, എക്സാക്ട്ലി 300 years ആഫ്റ്റർ, ഏകദേശം 3 ദശാബ്ദം. അപ്പോൾ 300 വർഷങ്ങൾക്ക് ശേഷമാണ് ആര് ജനിക്കുന്നത്? നമ്മുടെ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ജനിക്കുന്നത്. ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്. ഗലീലിയോ ആരായിരുന്നു? മോഡേൺ സയൻസിൻ്റെ ഫാദറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 300 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ജനിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. സ്റ്റീഫൻസ് പാരൻസ് were not wealthy. ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. ഫ്രാങ്കും ഇസബൽ ഹോക്കിംഗ്, ദേ ആർ ദ പാരൻസ് ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പാരൻസാണ്. ദേ വർ നോട്ട് വെൽത്തി. അവരെന്തല്ല അത്ര വലിയ പണക്കാരൊന്നുമല്ല, വലിയ സമ്പത്തുള്ള ആളൊന്നുമല്ല ആര്? സ്റ്റീഫൻ്റെ ഫാമിലി. ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷേ അവരെന്തിൽ വിശ്വസിച്ചിരുന്നു? ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ വാല്യൂവിൽ, മൂല്യത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർ പ്ലാൻ ചെയ്തു ഫോർ സ്റ്റീഫൻ ടു ഗോ ടു വെസ്റ്റ്മിനിസ്റ്ററിലെ ഫേമസ് പബ്ലിക് സ്കൂൾ ഇൻ ദ ഹാർട്ട് ഓഫ് ലണ്ടൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു
ഫേമസ് ആയിട്ടുള്ള പബ്ലിക് സ്കൂളിൽ തന്നെ ചേർക്കാൻ പ്ലാൻ ചെയ്തു. വെസ്റ്റ് മിനിസ്റ്ററിലുള്ള ലണ്ടൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫേമസ് പബ്ലിക് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ, സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ് മിനിസ്റ്റർ. അപ്പോൾ വെസ്റ്റ് മിനിസ്റ്ററിലെ സ്കോളർഷിപ്പ് എക്സാമിന് പങ്കെടുക്കാൻ ആർക്ക് സാധിച്ചില്ല? നമ്മുടെ സ്റ്റീഫന് സാധിച്ചില്ല. കാരണം സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് സ്റ്റീഫന് അസുഖം വന്നത് കാരണം സ്കോളർഷിപ്പ് എക്സാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. സോ ഹി കുഡിൻ അറ്റൻഡ് വെസ്റ്റ് മിനിസ്റ്റർ. അപ്പോൾ വെസ്റ്റ് മിനിസ്റ്ററിൽ ചേർക്കാൻ കഴിഞ്ഞില്ല. ദെർഫോർ, അതുകൊണ്ട് തന്നെ ഹി അറ്റൻഡ്, അവനെ ദ ലോക്കൽ സെയിൻറ്റ് ആൽബൈൻ സ്കൂൾ, ലോക്കൽ സെയിൻറ്റ് ആൽബൈൻ സ്കൂളിലാണ് ചേർത്തത്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യരുത്, മറക്കരുത്. അപ്പോൾ അതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8 ജനുവരി 1942 ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ഇതൊക്കെ എന്തിലെ ആ പ്രൊഫൈലിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ടതാണ്. പിന്നെ അതുപോലെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പാരൻസ് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ് ഫാദർ വാസ് ഫ്രാങ്ക് ആൻഡ് മദർ വാസ് ഇസബൽ ഹോക്കിംഗ്. പിന്നെയോ ദേ ബിലീവ്ഡ് ഇൻ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെയിൻറ്റ് ആൽബൻ സ്കൂൾ, ലോക്കൽ സെയിൻറ്റ് ആൽബൻ സ്കൂളിലാണ് അവന് പഠിച്ചത് എന്നുള്ളതും എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ബൈ ദ ടൈം ഹി വാസ് 8, അവനക്ക് 8 വയസ്സായപ്പോൾ, ബൈ ദ ടൈം ഹി വാസ് 8 ഹി വാസ് തിങ്കിങ് സീരിയസ്ലി, അവൻ വളരെ കാര്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് അവൻ ചിന്തിച്ചത്? അബൌട്ട് ബിക്കമിങ് എ സയൻറ്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞനാവുന്നതിനെ കുറിച്ചാണ് അവന് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഫ്രാങ്ക് ഹോക്കിംഗ് എൻകറേജ്ഡ് ഹിസ് സൺ, ഫ്രാങ്ക് ഹോക്കിംഗ് അവനെ എൻകറേജ് ചെയ്തത് എന്തിനാണ്? ടു ഫോളോ ഹിം ഇൻ ടു മെഡിസിൻ. പക്ഷേ അച്ഛൻ്റെ ഇഷ്ടം അവൻ എന്തിന് പോകുന്നതായിരുന്നു? മെഡിസിന് പോകുന്നതായിരുന്നു. പക്ഷേ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ആഗ്രഹം ഒരു സയൻറ്റിസ്റ്റായിട്ട് മാറുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും അവനെ എന്തിനെ മെഡിസിൻ തുടരാൻ വേണ്ടിയിട്ട് അവനെ എൻകറേജ് ചെയ്തു. ബട്ട് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രിസൈസ്. പക്ഷേ സ്റ്റീഫന് ബയോളജി എന്താണ് അത്ര വലിയ ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഹി വാണ്ടഡ് എ സബ്ജക്റ്റ് ഇൻ വിച്ച് ഹി കുഡ് ലുക്ക് ഫോർ എക്സാക്റ്റ് ആൻസേഴ്സ് ആൻഡ് ഗെറ്റ് ടു ദ റൂട്ട് ഓഫ് തിങ്സ്. അവൻ്റെ താല്പര്യം, വാണ്ടഡ് എ സബ്ജക്റ്റ്, അവൻ്റെ ആവശ്യം ഏത് സബ്ജക്റ്റാണ്? വിച്ച് ഹി കുഡ് ലുക്ക് ഫോർ എക്സാക്റ്റ് ആൻസർ, അവനക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്ന, ഇതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയാൻ കഴിയുന്ന സബ്ജക്റ്റാണ് അവനക്കിഷ്ടം. അല്ലാതെ അപ്രോക്സിമേറ്റ് ആയിട്ട് ഇതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്റ്റീഫൻ ഹോക്കിങ്ങിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഗെറ്റ് ഇൻ ടു ദ റൂട്ട് ഓഫ് തിങ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആരുടെ, നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈലിൽ നമ്മൾ ഇതുവരെയാണ് ഇന്ന് എടുക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് എഴുതി വിടുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പാരഗ്രാഫ് റീഡ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ തുടരാം. അസ്സലാമു അലൈക്കും.